നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് പറഞ്ഞിട്ടില്ല. അവിടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ വരുന്ന വാർത്ത കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ആശുപത്രിയിലാണ് എന്നുള്ളതാണ്. നേത്രചികിത്സയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ശസ്ത്രക്രിയ നടത്താനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നാണ് വിവരം. തിമിര ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായുള്ള പരിശോധനയ്ക്കായാണ് അവർ ആശുപത്രിയിൽ എത്തിയത് എന്നാണ് വിവരം. ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലെ സന്ദർശനത്തിന് ശേഷം സോണിയാഗാന്ധി വീട്ടിൽ തിരിച്ചെത്തി എന്നും ചില മാധ്യമങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം അവർ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഗുഡ്ഗാവിലെ മേദാന്ത ആശുപത്രിയിലാണ് സോണിയ ചികിത്സയിൽ കഴിയുന്നത്. ഈ വർഷത്തിൽ ഇത് 3-ാം തവണയാണ് സോണിയാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇന്നലെ ഡൽഹി 10 ജൻപത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കൂടിയ ചർച്ചകളിലടക്കം അവർ ഭാഗമായിരുന്നു എന്നാണ് വിവരം. നേരത്തെ ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിലാണ് സോണിയാഗാന്ധി ചികിത്സ തേടാറുണ്ടായിരുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നേതാക്കൾ അറിയിച്ചത്. എന്നാൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇക്കഴിഞ്ഞ ജാനുവരിയിൽ കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്നും സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഡൽഹിയിലെ കഠിനമായ തണുപ്പും അന്തരീക്ഷ മലിനീകരണവും കാരണം ആസ്മ വർദ്ധിച്ചതായിരുന്നു അന്ന് ആരോഗ്യനില വഷളാകാൻ കാരണം. പിന്നീട് മാർച്ചിൽ ഉദര സംബന്ധമായ അസുഖങ്ങളെ തുടർന്നും സോണിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയായിരുന്നു സോണിയ. നിലവിലെ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച ഇനിയും നീളാനാണ് സാധ്യത. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകാനും കാരണമായേക്കുമെന്ന് സൂചനയുണ്ട്. നിലവിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ അടക്കം വിളിച്ച് AICC ചർച്ചകൾ നടത്തിയിരുന്നു. ഫലപ്രഖ്യാപനം വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തത് പാർട്ടിക്ക് തന്നെ വലിയ നാണക്കേടായിരിക്കുകയാണ്. സാധാരണ അണുബാധയ്ക്ക് ദില്ലിയിലെ ഗംഗാറാം ആശുപത്രിയിൽ സോണിയാഗാന്ധി ചികിത്സ തേടാറുള്ളത്. എന്നാൽ ഇത്തവണ മേദാന്ത ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നേത്രചികിത്സയ്ക്കൊപ്പം ചില പരിശോധനകൾ കൂടി ഇവിടെ വെച്ച് നടത്തുമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നേതാക്കൾ അറിയിക്കുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിലെ അനിശ്ചിതത്വം 10-ാം ദിവസവും തുടരുന്നതിനിടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി യോഗം മലപ്പുറത്ത് ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ലീഗ് സ്വീകരിക്കേണ്ട തുടർ നടപടികൾ നിശ്ചയിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തി. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതും വകുപ്പുകൾ സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നതും തങ്ങളായിരിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തെക്കുറിച്ചും ലീഗിന് ഇപ്പോഴും വ്യക്തതയില്ല. അതിന്റെ നിരാശ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗിന്റെ പിന്തുണ VD സതീശനാണ് എന്ന ചോദ്യത്തോട് ഹൈക്കമാൻഡ് ആരെ നിശ്ചയിച്ചാലും അംഗീകരിക്കുമോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചില്ല. ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞാൽ ബാക്കി ആലോചിച്ച് പറയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. നിരാശ നിഴലിക്കുന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. ലീഗ് മന്ത്രിമാരെയും മറ്റും യോഗം നിശ്ചയിച്ചുവെന്നും സൂചനയുണ്ട്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസ് പുലർത്തുന്ന കാലതാമസത്തിൽ ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. ഘടകകക്ഷി എന്ന നിലയിൽ അഭിപ്രായം ചോദിച്ചതൊഴിച്ചാൽ ലീഗിനെ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ലീഗ് ചെലുത്തിയിരുന്ന സ്വാധീനം ഇത്തവണ ഉണ്ടായിട്ടില്ല. VD സതീശനെ ലീഗ് പരസ്യമായി പിന്തുണച്ചതോടെ KC വേണുഗോപാൽ പക്ഷം ലീഗിനെ തഴയുന്നതായും സൂചനയുണ്ട്. ഉപമുഖ്യമന്ത്രി പദവി, 5-ാം മന്ത്രിസ്ഥാനം, വിദ്യാഭ്യാസ വകുപ്പ് നിലനിർത്തൽ തുടങ്ങിയ കാര്യങ്ങളിലും അനിശ്ചിതത്വം തുടരുന്നതിൽ പാർട്ടിയിൽ അമർഷം പുകയുന്നുണ്ട്. മുഖ്യമന്ത്രി ചർച്ച അന്തിമഘട്ടത്തിൽ നിൽക്കെ ആലുവയിലെ VD സതീശന്റെ വസതിയിൽ മുസ്ലിം ലീഗ് MLA VE അബ്ദുൽ ഗഫൂർ എത്തിയതും ശ്രദ്ധേയമായി. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും സതീശനെ സന്ദർശിച്ചു. അതേസമയം ഡൽഹിയിൽ KC വേണുഗോപാലിന് അനുകൂലമായ നീക്കങ്ങൾ സജീവമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ KCക്കാണെന്നും അദ്ദേഹത്തിന്റെ ക്യാമ്പ് അവകാശപ്പെടുന്നു. പ്രഖ്യാപനം വൈകുന്നതിൽ ആശങ്കപ്പെടാതെ ക്ഷേത്ര ദർശനങ്ങളുമായും രമേശ് ചെന്നിത്തല കൂളായി തുടരുകയാണ്. VM സുധീരനും K സുധാകരനും ഡൽഹിയിൽ തുടരുന്നുണ്ട്. പ്രഖ്യാപനം വൈകുന്നത് വിജയത്തിന്റെ ശോഭ കെടുത്തുമെന്നും സുധീരൻ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. സോണിയാഗാന്ധിയെ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പോയെങ്കിലും തിരിച്ചെത്തിയതിനാൽ തന്നെ രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഇന്ന് കൂടിക്കാഴ്ച നടത്തി അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെത്തി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച അനന്തമായി നീളുന്നതിനിടയിലാണ് ലീഗ് അടിയന്തരമായി യോഗം ചേർന്നത്. മുഖ്യമന്ത്രി തീരുമാനം നീളുന്നതിൽ ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. ഘടകകക്ഷി എന്ന നിലയിൽ അഭിപ്രായം ചോദിച്ചതൊഴിച്ചാൽ ലീഗിനെ പൂർണ്ണമായും അകറ്റി നിർത്തിയാണ് ചർച്ചകൾ എന്ന പരിഭവവും അവർക്കുണ്ട്.
മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ലീഗ് നിർണായക ഇടപെടൽ നടത്തിയിരുന്നു. ലീഗ് നിർബന്ധത്തിന് വഴങ്ങി മുഖ്യമന്ത്രിയെ മാറ്റിയ ചരിത്രവുമുണ്ട്. പരസ്യമായി വി ഡി സതീശിനെ പിന്തുണച്ചതോടെ വേണുഗോപാൽ പക്ഷേ ലീഗിനെ തഴഞ്ഞിരിക്കുകയാണ്. ഏതായാലും എന്ന് തീരും ഈ ഒരു കാത്തിരിപ്പ് എന്നുള്ള ചോദ്യങ്ങളാണ് കേരളം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ വാർത്ത സോണിയാഗാന്ധി ആശുപത്രിയിലാണ് അല്ലെങ്കിൽ ആശുപത്രിയിൽ വിട്ടു എന്ന തരത്തിൽ പരക്കുന്ന ഈ അഭ്യൂഹങ്ങളൊക്കെ തന്നെ ശരിയാണെങ്കിൽ ഇനിയും മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ നീളാനുള്ള സാധ്യതയാണ് ഇനിയും കാണാനായിട്ട് സാധിക്കുന്നത്. മന്ത്രിമാരെ തീരുമാനിക്കുന്നതിലും ലീഗിൽ സമവായമായിട്ടില്ല. 5ാം മന്ത്രിസ്ഥാനത്തിൽ ഉറപ്പില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.കെ. ബഷീർ, എൻ ഷംസുദ്ദീൻ എന്നിവർ മന്ത്രിയാകുമെന്ന് ഉറപ്പായി. ആബിദ് ഹുസൈൻ തങ്ങൾ മന്ത്രിസ്ഥാനത്തിനായി അവകാശം ഉന്നയിച്ചതോടെ കെ.എം. ഷാജിയുടെ നില പരിങ്ങലിലായി. മന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കണമെന്നാണ് ഷാജിയുടെ ആവശ്യം. 5ാം മന്ത്രിസ്ഥാനം ലഭിച്ചാൽ പാറയ്ക്കൽ അബ്ദുള്ളയ്ക്കാകും സാധ്യത. മഞ്ഞളാംകുഴി അലിയും കെ.എം. അഷ്റഫും രംഗത്തുണ്ട്. മുഖ്യമന്ത്രി ആരെന്ന അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ വി ഡി സതീശിന്റെ വസതിയിലെത്തി നിയുക്ത MLA-മാരായ വി അബ്ദുൾ ഗഫൂറും ഷിയാസ് മുഹമ്മദും ആലുവ ദേശത്തെ വീട്ടിലാണ് ഇവരെത്തിയത്. വി ഡി സ്വന്തം മണ്ഡലമായ പറവൂരിലേക്ക് പോകുന്നതിന് മുമ്പെയാണ് മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ സെക്രട്ടറിയും കളമശ്ശേരി മണ്ഡലത്തിലെ MLA-യുമായ അബ്ദുൾ ഗഫൂർ എത്തിയത്. പിന്നാലെയാണ് DCC പ്രസിഡന്റും സതീശന്റെ അനുയായിയും കൊച്ചി മണ്ഡലത്തിലെ MLA-യുമായ മുഹമ്മദ് ഷിയാസും വിഡിയുടെ വീട്ടിലെത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അബ്ദുൾ ഗഫൂർ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങിയിട്ടുണ്ട്. ഏതായാലും നേതാക്കളുടെ പ്രഖ്യാപനം വന്നത് പിന്നാലെ തന്നെ പോസ്റ്റർ യുദ്ധങ്ങൾ തെരുവിൽ നടക്കുന്നതിന് അല്പം കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലൊന്നും തന്നെ പോസ്റ്ററുകൾ അധികം ഉയർന്നു വരുന്നില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണ്. കാരണം കഴിഞ്ഞ ആഴ്ചകളെല്ലാം തന്നെ ഓരോ നിയുക്ത മന്ത്രിക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള പോസ്റ്ററുകൾ അവിടെ ഇവിടെയൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നേതാക്കൾ തന്നെ നേരിട്ട് പ്രവർത്തകരോടും അണികളോടും സംയമനം പാലിക്കാനും ഇത്തരത്തിലുള്ള തെരുവ് യുദ്ധങ്ങൾ നടത്താതിരിക്കാനും പ്രഖ്യാപിച്ചതോടുകൂടി ഇപ്പോൾ പോസ്റ്ററുകൾ അധികം പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഏതായാലും ഇന്നുണ്ടാകുമോ തീരുമാനം എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് കേരളം. ഇല്ലെങ്കിൽ അത് വീണ്ടും കോൺഗ്രസിന്റെ ഈ ഒരു വിജയത്തിനെ മങ്ങലേൽപ്പിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ജനങ്ങൾ ഇപ്പോൾ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു.